ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 12, ദാറ്റ് ഈസ് ഫാക്ടറൈസേഷൻ. അപ്പൊ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഫാക്ടർ എന്ന് പറയുന്ന ടേം ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്പർ എഴുതാണ്. ഇപ്പം 36 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതാണ്. ഇതിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3x12, ഇതിനെ നമുക്ക് 3x12 എന്ന് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിനെ 1x36 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇത് വേണമെങ്കിൽ 2x18 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ നമ്മൾ പറഞ്ഞ ഓരോ കേസിലും രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈ 36 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ടേമുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു നമ്പറോ ഒരു പോളിനോമിയലോ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫാക്ടറൈസേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ 36 ഈക്വൽ ടു നമ്മൾ 3x12 എന്ന് എഴുതി കഴിഞ്ഞാൽ we can say that 3 is a factor of 36, 12 is another factor of 36. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് പോളിനോമിയൽ വേണമെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 7x എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ, ഒരു മോണോമിയൽ, ഒറ്റ എന്താ പറയാ ടേം അല്ലേ ഉള്ളൂ. സോ ഇതിനെ 7 into x എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് പറയാൻ പറ്റും 7 and x are the factors of 7x. പിന്നെ ഏതൊരു പോളിനോമിയൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു നമ്പർ ആണെങ്കിലും 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫാക്ടർ ആണ്. ഇപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സ് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറൊരു നമ്പർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 13 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഈ 13 എന്ന് പറയുന്ന നമ്പേഴ്സിൽ ആകെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം അതേപോലെ 13ഉം മാത്രമാണ്. സോ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 7 into x into 1 എന്ന് പറയാം. ഇവിടെയും പറയാൻ പറ്റും 3 into 12 into 1 എന്ന് പറയാം. സോ 1 will be always a factor. സോ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഫാക്ടറൈസേഷനിൽ നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാണ് പോളിനോമിയലിന്റെ എക്സാമ്പിൾ, ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പറിന്റെ എക്സാമ്പിൾ എന്നുള്ള ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് പറയാം. എന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്തു തീർക്കാം. സോ ഫാക്ടേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതില് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നമ്പർ, ലെറ്റ് us take a number as 72 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഈ 72നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ട് അല്ലെ. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. സോ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 72 ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ 72 ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 വരും. ദെൻ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. കണ്ടോ? ഇതാണ് നമ്മുടെ ടേംസ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് 72 ഈസ് ഈക്വൽ ടു 2 into 2 into 2 into 3 into 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് പറയാൻ പറ്റും 2 എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ്, 2 എന്ന് പറഞ്ഞാൽ ഫാക്ടർ ആണ്, 3 എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ്. ഇനി അതേപോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി ഈ 2 into 2 into 2 എന്ന് എഴുതിയതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു 8 into 9 എന്ന് പറയാൻ പറ്റും. 8 into 9. So in another word we can say that 8 and 9 are the factors of this number 72. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കേസ്, യു ക്യാൻ സീ ദ ഫാക്ടേഴ്സ് ഓഫ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 7xy ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ എഴുതാണ്. സോ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ? 7 into x into y എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ എഴുതുന്നത് x² y ആണ്. സോ ഇതിനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും x into y, or you can say that this is x² into y എന്ന് പറയാൻ പറ്റും. സോ you can say that x² is a factor of x² y is a factor of x² y, or you can say x is a factor,
എക്സ് ഇസ് അനദർ ഫാക്ടർ. ആക്ച്വലി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം പറഞ്ഞാൽ മതി അല്ലെ. ഇവിടെ നമ്മൾ 2 ഈസ് എ ഫാക്ടർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ, സോ എക്സ് ഈസ് എ ഫാക്ടർ ആൻഡ് വൈ ഈസ് എ ഫാക്ടർ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈസ് എ ഫാക്ടർ ആൻഡ് വൈ ഈസ് അനദർ ഫാക്ടർ. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. സോ ഫസ്റ്റ് കേസ്, എങ്ങനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 ടേമിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ ബൈ കോമൺ ഫാക്ടേഴ്സ്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ കോമൺ ഫാക്ടേഴ്സ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫാക്ടറൈസ് എന്നിട്ട് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? ഈ 2 ടേമിലുമുള്ള കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ മീൻസ് ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ്, ദെൻ 2x മീൻസ് ഇറ്റ് ഈസ് 2 ഇൻറ്റു എക്സ്. എന്താണ് കോമൺ ടേം? കോമൺ ടേം എക്സ് ആണ് അല്ലെ. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ്, 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ്. സോ കോമൺ ടേം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ഇഫ് യു ടേക്ക് എക്സ് from these 2 terms, that is x square and 2x, what you will have? x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x into x ആണ്. സോ ഹിയർ യു വിൽ ബി ഹാവിങ് x. അതേപോലെ തന്നെ ഇവിടെയുള്ള x നമ്മൾ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ യു വിൽ ബി ഹാവിങ് 2. സോ ദിസ് ഇസ് x plus 2. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? സോ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ അതിലുള്ള കോമൺ ടേം നമ്മൾ പുറത്തെടുക്കുക. സോ ദാറ്റ് ഈസ് എക്സ്. ബാക്കിയുള്ള ടേം നമുക്ക് ഉള്ളിലുണ്ടാവും. സോ ഈ 2 ടേമിന്റെ എക്സ് പ്ലസ് 2 ഈ 2 ടേമിന്റെ പ്രൊഡക്റ്റ് ആണെന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് എക്സ് പ്ലസ് 2 ഈസ് എ ഫാക്ടർ, എക്സ് ഇസ് അനദർ ഫാക്ടർ. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കോമൺ ടേം, കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിനി വരുന്നുണ്ട്. സോ അത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡിൽ ബൈ റീഗ്രൂപ്പിംഗ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എന്താ പറയാ, ഒന്നിലധികം ടേംസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിൽ നമ്മൾ അത് റീഗ്രൂപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ 2 ടേമിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ബൈ റീഗ്രൂപ്പിംഗ് ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വരിക. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. സോ ലെറ്റ്സ് ടേക്ക് 3xy plus 2y plus 3x plus 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3xy 2y 3x2 ഈ ടേമിൽ മൊത്തത്തിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഉണ്ടോ? കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതേപോലെ ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് പറയുമ്പോൾ എക്സ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ നമുക്ക് എന്തില്ല, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3xy എന്ന് പറയുന്ന ടേം ഉണ്ട്, ഇവിടെ 3x ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ രണ്ടിലും കോമൺ ടേം ആയിട്ട് എന്തുണ്ട്, 3x കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, ഇവിടെ മേ ബി ഇഫ് യു ആർ ഒബ്സർവിങ് ദിസ് ടേം ആൻഡ് ദിസ് ടേം, അതിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരൊറ്റ ടേം ആണ് എന്താണ്, അല്ലെങ്കിൽ ഒരൊറ്റ എലമെന്റ് ആണ് എന്താണ്, y എന്ന് പറയുന്ന എലമെന്റ് ആണല്ലോ. പക്ഷേ നിങ്ങൾ ഇത് രണ്ടെണ്ണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കോമൺ ആയിട്ടുണ്ട്, 2 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ടേം കിട്ടുന്നത് ഈ 3xും 3xyയും ഒരുമിച്ച് വെക്കുമ്പോഴാണ് അല്ലെ. അല്ലാതെ നിങ്ങൾക്ക് ഒരൊറ്റ ടേം കോമൺ ആയിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റൂല. സോ ഒറ്റ ടേം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ, 1 മാത്രമേ കിട്ടുള്ളൂ. സോ ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് 1 ഉള്ളൂ, വേറെ ഒരു നമ്പറും ഇല്ല. ഇവിടെ 3 കോമൺ ആണ്, ഇവിടെ 3 കോമൺ ആണ്, ഇവിടെ 2 കോമൺ ആണ്, ഇവിടെ 2 കോമൺ ആണ്. ഈ രണ്ടെണ്ണം നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇതിൽ x എന്ന് പറയുന്ന ഒരു ടേം കൂടി കോമൺ ഉണ്ട്. ഇത് രണ്ടെണ്ണം പറയുകയാണെങ്കിൽ അതിൽ y മാത്രമാണ് കോമൺ അല്ലേ. സോ 2 ടേംസ് വീതം കോമൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനെ മാറ്റേണ്ടി വരും. എങ്ങനെ മാറ്റേണ്ടി വരും, 3xy പ്ലസ് 3x പ്ലസ് 2y പ്ലസ് 2.
ഈ രീതിയിൽ നമുക്ക് എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ഗ്രൂപ്പിനെയും രണ്ട് ടേമിന്റെ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ടേം നമ്മൾ ഔട്ട്സൈഡ് എടുക്കണം. എന്നിട്ട് ഈ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ മെത്തേഡിന്റെ എന്താ പറയാ ഒരു ചെറിയൊരു ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഏത് പാർട്ട് തന്നെ വരുന്നുണ്ട്? ഫസ്റ്റത്തെ കോമൺ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോ ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഇത് എന്ന് പറയാൻ കുറച്ചുകൂടി എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നേ ഉള്ളൂ. സോ ഡയറക്റ്റ് നമുക്ക് ഈ കോമൺ ഫാക്ടേഴ്സ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം റീഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യണത്? ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ് ഓൾമോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കംപ്ലീറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് 3 into x into y ആണ്. ഇത് 3 into x ആണ്. സോ വാട്ട് ഈസ് ദ കോമൺ ടേം ഹിയർ? 3x ആണ് കോമൺ, ബാക്കിയുള്ളത് y അതേപോലെ തന്നെ +1 ഇതാണുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ടേമിൽ 2 into y, ഇവിടെ 2 into 1 അല്ലെ 2 മാത്രം. സോ എന്താ കോമൺ? 2 ആണ് കോമൺ. സോ നിങ്ങൾ ബാക്കിയുള്ളത് എന്താ? y +1 ആണ് വരിക. നൗ നമുക്ക് കാണാൻ പറ്റും എന്ത്? ഈ y+1 എന്ന് പറയുന്നതും ഈ y+1 എന്ന് പറയുന്നതും കോമൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y+1 എന്ന് പറയുന്ന ടേമിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. y+1 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. ദെൻ ബാക്കിയുള്ളത് y+1 പോയ ബാക്കി ഇവിടെ 3x ഉണ്ട്, ഇവിടെ y+1 പോയ ബാക്കി 2 ഉണ്ട്. സോ 3x + 2 എന്നാണ് വരിക. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ that give you the common factors. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും y+1 അതേപോലെ 3x + 2 ആണെന്ത് കോമൺ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇത് ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് റീഗ്രൂപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കോമൺ ടേം വരുന്ന രണ്ട് ടേം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 3xy-ഉം 3x-ഉം ഒരുമിച്ച് വെച്ചത്, 2y-ഉം 2-ഉം ഒരുമിച്ച് വെച്ചത്. കാരണം 2-ഉമായിട്ട് ഈ 2y അല്ലാതെ വേറെ ഒരു ടേമിൽ എന്തില്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് ടേമുകളിൽ സത്യത്തിൽ എന്ത് തന്നെയാ ചെയ്തത്? y കോമൺ ഫാക്ടേഴ്സ് ആണ് ചെയ്തത്. കാരണം ഇവിടെ കോമൺ ഫാക്ടേഴ്സ് 3x എടുത്തു into y+1. ഇത് എന്ത് തന്നെയാണ്? ആദ്യത്തെ സ്റ്റെപ്പാണ്. കണ്ടോ? അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ ദ റീഅറേഞ്ച്മെന്റ്. അതാണ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആഫ്റ്റർ റീഗ്രൂപ്പിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈസി ആണല്ലോ. അപ്പോ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കോമൺ ടേം കാണുന്ന രീതിയിൽ ആദ്യം തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 3xy-യും അതേപോലെ 3x-ഉം എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഡൗട്ട് വരികയാണ്, ഇതിൽ ഏതൊക്കെയാ ഇപ്പൊ കോമൺ ഉള്ളത്? 3 മാത്രമാണ് അല്ലെ 3x ഉണ്ടോ എന്ന് ഡൗട്ട് വരികയാണ്. സോ ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 into x into y എന്ന് പറഞ്ഞ് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഏതാന്നുള്ളത് നേരെ ടിക്കറ്റ് അല്ലെങ്കിൽ നേരെ പെറുക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫൈനൽ ആൻസറിലേക്ക് പോയാൽ മതി. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. സോ ദിസ് ഇസ് എക്സസൈസ് 1. എക്സസൈസ് 1-ലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ നോക്കി, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദി ഗിവൺ ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം 12x അതിന്റെ കോമൺ ഫാക്ടേഴ്സ് എന്താ? 12x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 2 into 4 ആയിട്ടുണ്ട് അല്ലെ, into 3 into x എന്ന് നമുക്ക് പറയാൻ പറ്റും. ആണോ അല്ലേ? 2 into 2 into 3 12 into x, അതാണ് 12x. നിങ്ങൾക്ക് എങ്ങാനും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 12 ഇവിടെ എഴുതുക. ആദ്യം പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ ഇവിടെ എന്ത് വരും? 6 വരും. 12/2 6 ആണ്. 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. ഇതാണ് എന്ത്? 2 into 2 into 3 എന്ന് പറയുന്നത്. സോ 12x നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ 36 ആണെങ്കിലോ, 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് ആക്ച്വലി 6 സ്ക്വയർ ആണ് അല്ലെ? 6 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റുന്നത് 6 എന്ന് പറഞ്ഞാൽ എന്താ? 2 into 3 ആണ്. സോ 2 into 2 into
ഇതാണ് സംഭവം. ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടിയത്? ഒന്നുമില്ല, ഇവിടെ 2 into 3 ആണ് എന്ത് 6, അതേപോലെ 2 into 3 ആണ് 6. സോ നമ്മൾ ഒരേ നമ്പർ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. 36 ഇവിടെ എഴുതുന്നു. സോ ഏറ്റവും ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 18 കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 9 കിട്ടുന്നു. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, യു വിൽ ഗെറ്റ് 3. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ 36ന്റെ ഫാക്ടേഴ്സ്. സോ ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് കോമൺ ഫാക്ടർ? കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, കോമൺ ഫാക്ടർ എന്താ? കോമൺ ഫാക്ടർ 2 into 2 ഇവിടെ ഉണ്ട്, 2 into 2 ഇവിടെ ഉണ്ട് അല്ലെ? ഇവിടെ 3 ഉണ്ട്, അതേപോലെ ഇവിടെയും 3 ഉണ്ട്. ഇവിടെ എക്സ് ഇവിടെ 3 കോമൺ അല്ല, അല്ലെങ്കിൽ സെയിം അല്ല. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ഫാക്ടർ ഈസ് ഈക്വൽ ടു 2 into 2 into 3 which is 12. 12 ആണ് ആൻസർ വരിക. ഓക്കെ, സോ 2 into 2 into 3 that is 12. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ ആൻസർ പറയാനും പറ്റും. എങ്ങനെയാണെന്നറിയോ? ഈ 12x 36, നമുക്കറിയാം 36 എന്ന് പറയുന്നത് 12 into 3 ആണ്. വെൻ യു നോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെരി വെൽ, നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയാമെങ്കിൽ ഇവിടെ 12 into 3 ആണ് എന്ത് 36 എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് 12 into 1, ഇവിടെ 12 into 3, അല്ലെങ്കിൽ ഇവിടെ 12 into 1 into x, ഇവിടെ 12 into 3 into 1 എന്ന് പറയാൻ പറ്റും. സോ 12 ആണ് എന്ത് കോമൺ ആയിട്ട് വരിക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ബൈ ജസ്റ്റ് ഒബ്സർവേഷൻ കിട്ടുന്ന കാര്യമാണ്. നമ്മൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഈ കുറേ സ്റ്റെപ്പായിട്ട് എഴുതുന്നത്. ഓക്കെ, സോ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് ഫാക്ടറൈസ് ഈച്ച് ടേം എന്ന് നമുക്ക് ആദ്യമേ പറയാം. സോ ഇവിടെ നമുക്ക് എഴുതാം ഫാക്ടറൈസ് ഈച്ച് ടേം. ഈച്ച് ടേം അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, 12x 36. എന്നിട്ട് നമ്മൾ പറയുന്നത് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് 2y 22xy ആണ്. സോ നമുക്ക് പറയാൻ പറ്റുന്നത് 2y ഈസ് ഈക്വൽ ടു 2 into y, 22xy ഈസ് ഈക്വൽ ടു 2 into 11 into x into y. അതെങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടണേ? 22 മീൻസ് 2 into 11 ആണ്. 2 into 11 അല്ലേ 22. So if you observe the common terms, you can see 2y is here and 2y is again here അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റുന്നത് കോമൺ ഫാക്ടർ ഈസ് 2 into y. കണ്ടോ, 2 into y is 2 into y is equal to 2y. സോ സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ 14pq ഉണ്ട്, അതേപോലെ 28p²q² ഉണ്ട് അല്ലെ? സോ നമുക്ക് 14pq ആദ്യം എഴുതാം. 14pq ഈസ് ഈക്വൽ ടു എന്താണ് ഇതിലുള്ള കോമൺ ടേംസ്? പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സിനെ മാറ്റുക, പ്രൈം നമ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ നമുക്ക് പറയാൻ പറ്റും 2 into 7 ആണ് 14 അല്ലെ? ഇൻറ്റു p into q ഇതാണ് വരിക. ഇനി അതേപോലെ തന്നെ 28p²q², 28p²q² മീൻസ് യു ക്യാൻ സേ ദാറ്റ് 2 into 7, 4 7 28 അല്ലെ? സോ ഇൻറ്റു p into q into q ഇതാണ് വരിക. സോ ഇതില് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായേക്കാം, ഹൗ വി ഗോ 22 ആസ് ദിസ്. ഒരു പ്രശ്നവും വേണ്ട, നിങ്ങൾക്ക് 22 ഇവിടെ സൈഡിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 ആണ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആക്ച്വലി നിങ്ങൾക്ക് 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലെ? 7 എന്നാണ് വരിക. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പൊ അത് നമുക്ക് ഈ രീതിയിൽ 2 into 2 into 7 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ടേം എഴുതാൻ പറ്റും. കോമൺ ഫാക്ടർ ഈസ് ഈക്വൽ ടു 2 into 7 into p into q. അതെങ്ങനെ കിട്ടണേ? കാരണം ഇവിടെ ഉണ്ട് 2 into 7 into p into q, 2 into 7 into p into q. കണ്ടോ, 2 into 7 into p into q രണ്ട് സ്ഥലത്തും കോമൺ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും 2 into 7 into p into q എന്ന് പറഞ്ഞാൽ 14pq ആണ് എന്ത് കോമൺ ടേം എന്ന് പറയുന്നത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഇതിന്റെ എന്താ പറയാ
ക്വസ്റ്റ്യന്റെ ആൻസർ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. ഓക്കെ, സോ 14pq ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ 2x 3x സ്ക്വയർ 4. ആക്ച്വലി നമുക്കിവിടെ ഒരു ടേം അല്ല, 2 ടേം അല്ല, 3 ടേം തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഈ 2 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ് എന്ന് പറയുന്ന ടേം കോമൺ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ 4 എന്ന് പറയുമ്പോൾ അതിൽ എക്സ് ഉണ്ടോ? അതിൽ എക്സ് ഇല്ല. പിന്നെ അതിൽ എന്താ പറയാ 4 എന്ന് പറയുമ്പോൾ ഈ 2 ടേമിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം ഈ 2x 4 നോക്കുമ്പോൾ അതിൽ കോമൺ 2 ഉണ്ട്. 2x 3x സ്ക്വയർ നോക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് എക്സ് ഉണ്ട് അല്ലെ. ഇത് 2 എണ്ണം നോക്കുമ്പോൾ അതിൽ ഒരു ഒറ്റ കോമൺ ടേമും ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഓൺലി 1 വിൽ ബി ദ കോമൺ ടേം ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 3 എണ്ണം കൂടി കോമൺ നോക്കുമ്പോൾ എന്തുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ദാറ്റ് മീൻസ് 1 ഈസ് ദ ഓൺലി കോമൺ ടേം എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബൈ ജസ്റ്റ് ലുക്കിംഗ് വി ഗോട്ട് ദ ആൻസർ. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ഇത് എഴുതുമ്പോൾ നമുക്ക് എഴുതാം 2x ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്, 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, പിന്നെ 4 ഈക്വൽ ടു 2 ഇൻറ്റു 2. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കോമൺ ടേം ഇവിടെ ഒരൊറ്റ കോമൺ ടേം പോലും ഇല്ല അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കോമൺ ടേം ഈസ് ഈക്വൽ ടു ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു 1 എന്ന് എഴുതാം, ഇവിടെയും ഇൻറ്റു 1 എന്ന് എഴുതാം, ഇവിടെയും ഇൻറ്റു 1 എന്ന് എഴുതാം. സോ കോമൺ ടേം ഈസ് 1. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ചെയ്യാനുള്ളൂ. എളുപ്പമാണല്ലോ. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ഗിവൺ ടേംസ്. കോമൺ ഫാക്ടേഴ്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി ആൻസർ കിട്ടുമോ എന്നുള്ളത്. ഈ നമ്പറിൽ ചെറിയ നമ്പർ എന്താ? 6 ആണ് വരിക. ഇനി ABC എന്ന് പറയുമ്പോൾ അതിൽ എന്റെ ടേം നോക്കാം. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഉണ്ട്. സോ എ വിൽ ബി ദ കോമൺ ടേം അല്ലെ. ചെറുതല്ലേ നോക്കുക കോമൺ. ഇനി ബി എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. സോ ബി ഇവിടെ വരും. സി എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഇല്ല, അത് കോമൺ അല്ല. സോ 6AB ആയിരിക്കും ആൻസർ എന്ന് ബൈ ജസ്റ്റ് അവർ ഒബ്സർവേഷൻ വി ഗാഡ് ഇറ്റ് അല്ലെ. നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഓരോ സ്റ്റെപ്പ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ നോക്കുക. ഏറ്റവും ആദ്യം 6ABC, ഏറ്റവും ആദ്യം 6ABC is equal to 6 into A into B into C. Then 24AB square അല്ലെ, 24AB square. This is equal to 24 എന്ന് പറയുമ്പം ആക്ച്വലി നമുക്ക് ഈ 6 into ABC എന്നുള്ളത് ഇത് ഒന്നുകൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ അല്ലെ. സോ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 2 into 3 into A into B into C. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ 6 into എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ നോർമലി എങ്ങനെയാ ചെയ്യുക? പ്രൈം നമ്പർ ആയിട്ടാണ് എഴുതുക. സോ നമുക്കിത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. സോ ദിസ് ഇസ് 6ABC. ഓക്കെ, 6ABC is equal to 2 into 3 into A into B into C. ഇനി അതേപോലെ രണ്ടാമത്തെ 24AB square. This is equal to 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 24 എന്ന് പറഞ്ഞാൽ 6. ഈ 6 into എന്താ വരിക? ഒരു 4 ആ വരിക. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 into 2 ആണ്. സോ നമുക്ക് ഒരു 2 into 2 എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. പിന്നെ A വരും. B സ്ക്വയർ മീൻസ് 2B വരും അല്ലെ. B into B വരും. അപ്പൊ നിങ്ങൾക്ക് 24 ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ സി 24 ഈസ് ഈക്വൽ ടു 2 12 അതേപോലെ 2 6 2 3. ഓക്കെ, സോ 222 അതേപോലെ 3 കണ്ടോ. 222 സെയിം ആണ് നമ്മൾ എഴുതിയത് അല്ലെ. ഇനി നമുക്ക് മൂന്നാമത്തെ ടേം ദാറ്റ് ഈസ് 12AB സ്ക്വയർ. 12AB സ്ക്വയർ സോറി A സ്ക്വയർ B, 12A സ്ക്വയർ B. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 into ഇതാണ് വരിക. ഇതെങ്ങനെ കിട്ടിയത്? ഒന്നുമില്ല. 12 എന്ന് പറഞ്ഞാല് ഈ 6 into എന്താണ്? ഒരു 2 ആണ് അല്ലെ. സോ 2 into 2 into 3 ചെയ്തു അല്ലെ. സോ ബാക്കിയുള്ളത് A സ്ക്വയർ. സോ A into A, ഇവിടെ B, അത് B എഴുതി. ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇതിലുള്ള കോമൺ ടേംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെ. സോ നമുക്ക് കാണാൻ പറ്റുന്നത്
2 into 3 എല്ലാ സ്ഥലത്തും ഉണ്ട്. കണ്ടോ? എല്ലാ സ്ഥലത്തും 2 into 3 ഉണ്ട്. വേറെ ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ടുണ്ടോ? ഒറ്റ നമ്പർ പോലും ഇല്ല. ഇനി നമ്മൾ ABC എന്ന് പറയുമ്പോൾ നോക്കി, AB എല്ലാ സ്ഥലത്തും AB കോമൺ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ഫാക്ടർ is equal to 2 into 3 into A into B. This is equal to 6AB. ഇത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്. 6AB ആണ് ആൻസർ അല്ലേ? സോ വി ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. 16x³ - 4x², 32x. സോ ബൈ ജസ്റ്റ് ഒബ്സർവേഷൻ നമുക്ക് പറയാൻ പറ്റും ഇവിടെയുള്ള നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് 4 ആണ്. ആ 4 ഇത് രണ്ടിന്റെയും ഫാക്ടർ ആണ് അല്ലെ? സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 4 ഉണ്ട് അല്ലെ? ഇനി അതേപോലെ തന്നെ x², x³ എന്താ കോമൺ? x ആണ് കോമൺ. കണ്ടോ? ആൻസർ കിട്ടി. പക്ഷെ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ സ്റ്റെപ്പും കാണിക്കണം. സോ നമുക്ക് പറയാൻ പറ്റും 16x³ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 2 into 2 4 into 4 അല്ലേ? സോ വീണ്ടും 2 into 2 എഴുതാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 16 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 വരും, പിന്നെ 4 വരും, പിന്നെ 2 വരും, 4 പ്രാവശ്യം വരും അല്ലെ? പിന്നെ അതേപോലെ x³ എന്ന് പറയുമ്പോൾ x into x. ഇനി അതേപോലെ -4x² ഈക്വൽ ടു എന്താ വരിക? ഇവിടെ 2 into -1 into x into x എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഈ മൈനസ് ഈ 2ന് കൊടുക്കാട്ടോ, അല്ലെങ്കിൽ ഈ എക്സിന് കൊടുക്കാൻ പറ്റും, ഒന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ -1 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ 32x എന്ന് പറഞ്ഞാലോ, 32x ഈക്വൽ ടു 32 എന്ന് പറഞ്ഞാൽ ഈ 16 into എന്താണ്? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ജസ്റ്റ് ഒരു 2 എക്സ്ട്രാ ഇട്ടാൽ മതി. 2 into 2 into 2 into 2 into 2 2 4 5 into x. ഇനി നമ്മൾ കോമൺ ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും 2 into 2 ഉണ്ട്, അതേപോലെ 2 into 2 ഉണ്ട്, അതേപോലെ 2 into 2 ഉണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എക്സ് ഉണ്ട്. അപ്പൊ 2 into 2 into x വരും, ഇവിടെ 2 into 2 into x വരും, അതേപോലെ തന്നെ ഇവിടെയും 2 into 2 into x വരും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഫാക്ടർ എന്താണ്? 4x ആണ്. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ഫാക്ടർ ഈസ് 4x. കോമൺ ഫാക്ടർ ഈസ് 4x. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 into 2 into x എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ 4x എന്ന് പറയാൻ പറ്റും. ഈസിയാണ്. ഓക്കെ, സോ 4x എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് 10pq 20qr 30rq. ഇതില് നമ്പർ നോക്കിക്കഴിഞ്ഞാല് 10 കോമൺ ആണ്. പിന്നെ pq qr rp ഒരൊറ്റ എലമെന്റും കോമൺ അല്ല. അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇവിടെ 10 എന്ന് പറയുന്ന ടേം മാത്രമേ കോമൺ ഉള്ളൂ. 10 എന്ന് പറയുന്ന ടേം മാത്രമേ കോമൺ ഉള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്? 10 ഈസ് ദ കോമൺ ഫാക്ടർ. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. 10pq ഈസ് ഈക്വൽ ടു 2 into 5 into p into q. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് 20qr ഈസ് ഈക്വൽ ടു 2 into 5. വൈ 2 into 5? 10 into 2 ആണ് എന്ത്? 20. സോ ഇത് 10 ആണ്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? സോ ബാക്കി വരിക into q into r. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരിക 30rp. അപ്പോ 30 എന്ന് പറയുമ്പോൾ എന്താ? 10 into 3 ചെയ്താൽ മതി. സോ നമുക്ക് പറയാൻ പറ്റും 2 into 3. ഈ 3 മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. ബാക്കിയുള്ളത് ഇവിടെയുള്ള 2 into 5 തന്നെയാണുള്ളത്. റെഡി അല്ലേ? 2 into 5 into 3. ഇനി ബാക്കിയുള്ളത് r into p ആണ് വരിക.
R into P ആണ് വരിക. സോ നമ്മൾ ഇവിടെ കോമൺ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ 2 into 5 ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെയും 2 into 5 ഉണ്ട്, അതേപോലെ ഇവിടെ 2 ഉണ്ട് 5 ഉണ്ട്. വേറെ ഒരു ഒറ്റ ടേം പോലും കോമൺ ഇല്ല. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ഫാക്ടർ is equal to 10 അല്ലെങ്കിൽ 2 into 5. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് 8th വണ്ണിൽ നമുക്ക് ചെയ്യാനുള്ളത് 3x square y cube 10x cube y square 6x square y square z. സോ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിലൊന്നും കോമൺ ടേം കാണാൻ പറ്റുന്നില്ല. ബിക്കോസ് 3ഉം 10ഉം കോമൺ ഫാക്ടർ ഇല്ല. 3ഉം 6ഉം കോമൺ ഉണ്ടെങ്കിലും 3ഉം 10ഉം കോമൺ ഇല്ല. സോ കോമൺ ഫാക്ടർ എന്ന് പറയുന്ന സംഭവം തന്നെ എവിടെയില്ല, ഈ ഒരു നമ്പേഴ്സിലില്ല. പക്ഷേ എക്സ് സ്ക്വയർ വൈ ക്യൂബ്, എക്സ് ക്യൂബ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തുണ്ട്, അവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഏറ്റവും ആദ്യം ഇവിടെ 3x സ്ക്വയർ വൈ ക്യൂബിനെ എങ്ങനെ എഴുതാം, 3 into x into x into y into y into y ക്യൂബ് അല്ലേ. സോ നമുക്ക് ഫസ്റ്റ് ടേം എഴുതാം. ഇനി അതേപോലെ രണ്ടാമത്തെ ടേം എങ്ങനെ എഴുതാം, 10x ക്യൂബ് y സ്ക്വയർ ദിസ് ഇസ് ഈക്വൽ ടു 2 into 5 into x into x into x into y into y. ഇത്രയാണ് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ ടേം 6x സ്ക്വയർ y സ്ക്വയർ z ദിസ് ഇസ് ഈക്വൽ ടു 2 into 3 into x into x into y into y into z. ഇത്രയാണ് വരിക. കോമൺ ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എക്സ് സ്ക്വയർ കോമൺ ആണ്. 3 എല്ലാ സ്ഥലത്തും ഉണ്ടോ, ഇല്ല. 2 എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, ഇവിടെ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അല്ലെ. സോ എക്സ് ഇൻറ്റു എക്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്, എക്സ് ഇൻറ്റു എക്സ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. വേറെ y എന്ന് പറയുന്ന ടേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ y 2 പ്രാവശ്യം വരുന്നുണ്ട്, ഇവിടെയും y 2 പ്രാവശ്യം വരുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും y into y യും ഇതിന്റെ കൂടെ വരുന്നുണ്ട്, കണ്ടോ. ഇനി ഇവിടെയും y into y വരുന്നുണ്ട്. സോ വാട്ട് ഈസ് എ കോമൺ ടേം, ഇവിടെ എക്സ് സ്ക്വയർ മാത്രമല്ല, ഇവിടെ y യുടെ ടേമും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ഫാക്ടർ ഈസ് എന്താ വരിക, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു വൈ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. താങ്ക് യു.